അയോധ്യ പ്രശ്നം BJP വല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. അത് സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആരാധനയും അതുപോലെ തന്നെ വർഷിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇലക്ഷൻ സ്റ്റണ്ടാക്കി മാറ്റി പോകുന്നതന്നെയാണ് മതേതര കക്ഷികളൊക്കെ എതിർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ആകാവുന്ന തരത്തിൽ എല്ലാ മതേതര കക്ഷികളും അതിനോട് വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാർട്ടികൾ പ്രതികരിക്കുന്ന ഓരോ രീതികളുണ്ട്. പക്ഷെ BJP ചെയ്യുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും അനുകൂലിച്ചിട്ടില്ല. മതേതര പാർട്ടികളൊന്നും അനുകൂലിച്ചു, കോൺഗ്രസ് ഉൾപ്പെടെ ആരും അനുകൂലിച്ചിട്ടില്ല. അല്ല, CPM-ന് അതിലൊരു ദുഷ്ടലാക്കുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രത്യേകിച്ചും കോൺഗ്രസ് ചോദ്യം മനസ്സിലായി. ഉത്തരം ഞാൻ ബോധപൂർവ്വം ലിമിറ്റ് ചെയ്തതാണ്. അല്ല, മറ്റേ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം ഇക്കാര്യത്തിലൊരു നിലപാട്, ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് BJP നടത്തുന്നതിന് എതിര് തന്നെയാണ്. പക്ഷേ ഓരോ കക്ഷികളും പ്രതികരിക്കുമ്പോൾ അവരവരുടെ രീതിക്കും അവരവരുടെ സംസ്ഥാനങ്ങളിലെ സാഹചര്യം ബാക്കിയുള്ളതൊക്കെ വെച്ച് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും എതിർക്കുന്നുണ്ട്. BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ അതിനെ തുറന്നു കാണിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ട്. അതാണ് പിന്നെ നിങ്ങൾക്കൊരാവശ്യമുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. സീറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ ചർച്ചകൾ നടക്കുന്നില്ല? ആയിട്ടില്ല, അടുത്തുണ്ടാവും. അല്ല, സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചയെ ആയിട്ടില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴേ അതാവുള്ളൂ. പിന്നെ അത് വേറെ രൂപത്തിൽ ആ ചോദ്യം പിന്നെ ആവർത്തിച്ചു, അത്രേ ഉള്ളൂ. സമയമാകുമ്പോൾ പറയാം.